പറഞ്ഞു തരികയാ. ആഖിബത്ത് നന്നാവാൻ ഒരവസരം കൂടെ പറഞ്ഞു തരികയാ. എന്തെന്നറിയോ? മറ്റൊന്നുമല്ല, ആഖിബത്ത് നന്നാവാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുക്കുന്നത് എന്തെന്നറിയോ? സ്വഹാബത്തെ, ദുരിതം അനുഭവിക്കുന്നവർക്ക് ആശ്വാസം നൽകണ. തന്റെ സഹോദരന്റെ പ്രയാസം ഒരാൾ നീക്കിക്കൊടുത്താൽ, തന്റെ സഹോദരന്റെ വിഷമം ഒരാൾ നീക്കിക്കൊടുത്താൽ ആഖിബത്ത് നന്നാവാനത് കാരണമാ. ആഖിബത്ത് നന്നാവാനത് കാരണമാ. ഞാൻ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തട്ടെ. എന്റെ ഉമ്മമാരോടാണ് ഞാൻ പറയുന്നത്, എന്റെ ഉപ്പമാരോടാണ് ഞാൻ പറയുന്നത്, എന്റെ ശബ്ദം കേൾക്കുന്ന എന്റെ യുവാക്കളോട് ഓർമ്മപ്പെടുത്തുകയാ. വളർന്നു വരുന്ന എന്റെ പ്രിയപ്പെട്ട കുഞ്ഞുമക്കളോട്, കുഞ്ഞനിയന്മാരോട് ഓർമ്മപ്പെടുത്തുകയാണ്. അങ്ങ് സമർഖന്ദിന്റെ മണ്ണിൽ നിന്ന് നീലാകാശത്തിന്റെ തെളിമയുള്ള വസ്ത്രം ധരിച്ചിട്ട് വിഖായ എന്നൊരു പട്ടാളം കേരളത്തിലേക്ക് ഇറങ്ങിയല്ലോ. കേരളത്തിന്റെ മണ്ണിൽ വിഖായ എന്ന പേരിൽ മൂന്നക്ഷരം കൊണ്ട് 30 വർഷത്തിന്റെ മഹത്വം നേടിയെടുത്ത വിഖായ എന്ന നീലപ്പട്ടാളമുണ്ടല്ലോ. കേരളത്തിന്റെ മണ്ണ്, കേരളം പന്തിച്ചു നിന്ന് പോയ സമയത്ത്, പതറിപ്പോയ സമയത്ത് പതറാത്ത കാൽപാദമായിട്ട് വിഖായയുടെ മക്കൾ ഇറങ്ങി തിരിച്ചപ്പോ, അല്ലാഹുവേ വിഖായയുടെ പൊന്നാര മക്കള്, ഉമ്മമാരെ, എന്റെ ഉമ്മമാരെ, എന്തിനാ പൊന്നുമോനെ SKSSF, എന്തിനാടാ SKSBV, എന്തിനാണടാ എന്ന് ചോദിക്കുന്ന ഉമ്മമാരെ, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, നിങ്ങളെ പൊന്നാര മക്കളോട് നാളെ തന്നെ പറഞ്ഞ പോലെ SKSSF പോയിക്കോ, ഒരേ SBVയിൽ ചേർന്നടാ, SKSSFിലൂടെ വളർന്നടാ എന്ന് ഉമ്മമാരെ പറഞ്ഞോളൂ. എന്തിനെന്നറിയുവോ? പേമാരി പെയ്തിറങ്ങിയിട്ട് മനുഷ്യൻ നിർമ്മിച്ച മതിൽക്കെട്ടുകൾ തകർത്തെറിഞ്ഞിട്ട് പ്രളയമായിട്ട് കേരളത്തിന്റെ മണ്ണിലേക്ക് ജലമങ്ങ് ആർത്തിരമ്പി വന്നപ്പോ, ആർത്തിരമ്പുന്ന വെള്ളക്കെടുതികൾക്ക് മുമ്പിൽ പകച്ചുനിന്ന് അന്തിച്ചു നിന്ന് പോയ ജനങ്ങൾക്ക് മുമ്പിൽ വിഖായ എന്ന പട്ടാളമുണ്ടല്ലോ, വിഖായുടെ പൊന്നാര മക്കളുണ്ടല്ലോ, മതം നോക്കാതെ, രാഷ്ട്രീയത്തിന്റെ കൊടി നോക്കാതെ, സംഘടനയുടെ അക്ഷരത്തിന്റെ എണ്ണം നോക്കാതെ, ആ നീലപ്പട്ടാളം, നീലവേഷം ധരിച്ച പൊന്നാര മക്കള് അങ്ങ് ചെങ്ങന്നൂര് മുതൽ വയനാടിന്റെ ചുരഭിത്തികളിൽ വരെ പോയിട്ട് പാവപ്പെട്ടവന് ആശ്വാസം നൽകാൻ, അരയാൾ പൊക്കത്തിൽ ചളി നിറഞ്ഞ വീടിന്റെ അകത്ത് പോയിട്ട് പോലും ഒരിറ്റു ശ്വാസത്തിന് വേണ്ടി കെഞ്ചുന്നവർക്ക് അഭയം നൽകാൻ, എല്ലാം പഠിച്ചിറങ്ങിയ ദുരിതാശ്വാസ സേനക്ക് മുമ്പിൽ അവർ പകച്ചു നിന്നിടത്ത് SKSSFന്റെ വിഖായയുടെ മക്കളിറങ്ങി. അവരിറങ്ങിയിട്ടവർ ചെയ്തു, അവർ കൈകോർത്തോ. പബ്ലിസിറ്റിക്ക് വേണ്ടിയല്ല, നേരത്തെ റൌഫ് വാബി പറഞ്ഞതുപോലെ അവരൊരു കൂട്ട സെൽഫിക്ക് വേണ്ടിയിട്ടല്ല. ഈ മാസത്തെ വനിതാ മാസികയിൽ കളർഫുള്ള് പേജിലുണ്ട് വിഖായയുടെ മക്കളെ ഫോട്ടോ വന്നിട്ടുണ്ട്. ആ വിഖായയുടെ മക്കൾ അതിന് വേണ്ടിയിട്ടല്ല ചെയ്തത്. കേരള പോലീസ് ഉണ്ടല്ലോ, ആ കേരള പോലീസ് വിഖായക്ക് ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ട് അഭിനന്ദിക്കുകയാണ്. കേരളത്തിന്റെ ഭരണതലപ്പത്തിരിക്കുന്നവരെ, അവർ വരെ വിഖായ എന്ന ആ പട്ടാളത്തിന്റെ പേര് പറഞ്ഞിട്ട് അഭിനന്ദനത്തിന്റെ പ്രവാഹമാണ്. പേരിനല്ല, പ്രശസ്തിക്കല്ല, പബ്ലിസിറ്റിക്ക് വേണ്ടിയല്ല. 14 വയസ്സുള്ള പൊന്നുമോനും മുതൽ 44 വയസ്സുള്ള മധ്യവയസ്കൻ വരെ കൈകോർത്തിട്ട്, ഹിന്ദു ആവട്ടെ, മുസ്ലിം ആവട്ടെ, മതമുള്ളവനാവട്ടെ, മതമില്ലാത്തവനാവട്ടെ, അവന്റെ വീടുകളിലും അവന്റെ ആരാധനാലയങ്ങളിലും അവന്റെ വിദ്യാലയങ്ങളിലും അവന്റെ ഓഫീസുകളിലും അവന്റെ ടോയ്ലറ്റിൽ വരെ
പോയിട്ട് ആ പൊന്നാര മക്കൾ ശുദ്ധീകരണ പ്രവർത്തനം നടത്തുമ്പോ ആർത്തിരമ്പി വരുന്ന വെള്ളത്തിന് മുമ്പിൽ പകച്ചു നിന്നവര് കൈക്കുമ്പിളിൽ കോരിയെടുത്തിട്ട് സുരക്ഷാ കവചമൊരുക്കിയപ്പോ അവരുടെ മുമ്പിലുണ്ടായിരുന്നത് സോഷ്യൽ മീഡിയകളിലുള്ള പബ്ലിസിറ്റി അല്ല, അവരുടെ പബ്ലിസിറ്റി അല്ല, ഡിപ്പാർട്ട്മെന്റിന്റെ ഗുഡ് സർട്ടിഫിക്കറ്റ് അല്ല, ഭരണതലവന്മാരുടെ അഭിനന്ദനത്തിന്റെ പ്രവാഹങ്ങളല്ല. അവരാഗ്രഹിച്ചത് ഒന്ന് മാത്രമാ, അവർക്ക് മരിക്കുമ്പോ ഈമാൻ സലാമത്തായിട്ട് മരിക്കണം, അവർക്ക് ജീവിക്കുന്ന കാലത്ത് നാടിന് പുണ്യമുള്ള വല്ലതും ചെയ്യണം, അവർ ജീവിക്കുന്ന സമയത്ത് ജീവിച്ചതിന് നാളെ പടച്ച റബ്ബിന്റെ അടുത്ത് തെളിവ് വേണം. അവിടെ ആരാണോ കരയുന്നത്, കരയുന്നവന്റെ കണ്ണുനീരൊപ്പാൻ, വിശക്കുന്നവന്റെ പശിയടക്കാൻ, വേദനിക്കുന്നവന്റെ വേദന മാറ്റാൻ അവിടെയുണ്ട് വിഖായ എന്ന പൊന്നാര മക്കള്. സമർക്കന്ത് സമ്മാനിച്ച വിഖായയുടെ മക്കളുണ്ട്. ആ മക്കൾ ഇതുകൊണ്ട് അവർ നേടിയത് എന്തെന്നറിയോ? മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഉമ്മാ, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, നിങ്ങളൊന്ന് മരിച്ചാൽ നിങ്ങളെ മോനുണ്ടോ SKSSFന്റെ പ്രവർത്തകനാണോ, അവൻ അള്ളാന്റെ ദീനിന്റെ ഖാദിമാണോ, വിജ്ഞാനത്തിലൂടെ വിനയം നേടിയെടുത്തിട്ട് സേവനത്തിനിറങ്ങിയ പൊന്നുമോനാണോ? പിറ്റേന്നത്തെ സുപ്രഭാതത്തിന്റെ പേജിൽ കാണാ പാണക്കാട്ട് പൂമുത്തിന്റെ അഭ്യർത്ഥന, മയ്യത്ത് നിസ്കരിക്കണമെന്ന്, അല്ലെങ്കിൽ രോഗശമനത്തിന് ദുആ ചെയ്യണമെന്ന്. എന്റെ പ്രിയപ്പെട്ട ഉമ്മ, ഞാൻ പഠിപ്പിച്ചൊരു പൊന്നുമോനുണ്ടായിരുന്നു. കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പ് ഓണപ്പറമ്പിലെ മുഹമ്മദ് ഫാസിൽ എന്ന പൊന്നുമോൻ SKSBവിയിലൂടെ SKSSFന് വേണ്ടിയിട്ട് കഠിനാധ്വാനം ചെയ്തിട്ട് അവസാനം 17ാമത്തെ വയസ്സിൽ മരണം ആ പൊന്നുമോനെ മാടി വിളിച്ചപ്പോ, പൊന്നുമോന് ദുൽഹജ്ജ് 7 മരണപ്പെടുമ്പോ 2013 ദുൽഹജ്ജ് 7 ഫാസിൽ എന്ന പൊന്നുമോന് മരണപ്പെടുമ്പോ അങ്ങ് പരിശുദ്ധ ഹറമിൽ വരെ 10,000കണക്കിന് ആളുകൾ പങ്കെടുത്ത നമസ്കാരം നടന്നുവെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, കേരളം കണ്ട മഹാന്മാർ ഫാസിലിന്റെ മയ്യത്ത് നിസ്കാരത്തിന് വേണ്ടി അവന്റെ കൊച്ചു വീട്ടിലെത്തിയെങ്കിൽ, അതിൽ പാണക്കാട്ട് പൂമുത്തുണ്ടെങ്കിൽ, അതിൽ മാണിയൂർ ഉസ്താദ് ഉണ്ടായിരുന്നുവെങ്കിൽ, ഫാസിൽ എന്ന പൊന്നുമോൻ ചെയ്തത് ജീവിച്ച 17 കൊല്ലമുണ്ടല്ലോ, അത് സമസ്ത എന്ന ആ പകരം വെക്കാനില്ലാത്ത പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകനായി എന്നതാണ്. വിട്ടുനിൽക്കുന്ന SKSSF എന്തിനെന്ന് ചിന്തിക്കുന്ന എന്റെ ശബ്ദം കേൾക്കുന്ന യുവാക്കളെ, എന്റെ ചെറുപ്പക്കാരെ, മടിച്ചു നിൽക്കല്ലേ പൊന്നുമക്കളെ. മരിക്കുന്ന സമയത്ത് ആഖിബത്ത് നന്നായിട്ട് മരിക്കാൻ ഞാനൊരിക്കൽ കൂടെ പറയുകയാ. തളിപ്പറമ്പ് മേരി മാതാ ഹോസ്പിറ്റലിന്റെ ICUയിലേക്ക് ഫാസിൽ എന്ന പൊന്നുമോനെ സ്ട്രെച്ചറിൽ കിടത്തിയിട്ട് തള്ളിക്കൊണ്ടുപോകുമ്പോ അവൻ അവസാനം പറഞ്ഞത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാണ്. അവിടെയുള്ള സിസ്റ്റർ പറയുകയാ, ICUവിന്റെ അകത്ത് സ്ട്രെച്ചറിൽ കിടക്കുമ്പോഴും ഫാസിൽ എന്ന പൊന്നുമോൻ പറഞ്ഞുകൊണ്ടേയിരുന്നു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതുകൊണ്ട് ഞാൻ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് അവസാനമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്, മാന്തിച്ചു നിൽക്കല്ലേ പെങ്ങളെ, എന്റെ പൊന്നുമക്കളെ. നിങ്ങളെ പൊന്നുമക്കളെ സമസ്തയെന്ന പരിശുദ്ധ ദീനിന്റെ കാവൽ ഭടന്മാരാക്കുക. അതുവഴി ആഖിബത്ത് നന്നായിട്ട് മരിക്കാനുള്ള മക്കളെ സജ്ജമാക്കിയെടുക്കുക. നാളെ നിന്റെ കൈ പിടിച്ചിട്ട് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്ന മക്കളെ വാർത്തെടുക്കുക. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ, അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. കേരളത്തിന്റെ അങ്ങോളം മുതൽ ഇങ്ങോളം വരെ അതുപോലെ പരിശുദ്ധമായ ഹറമില് ഹജ്ജാജുമാര് കൊടും ചൂടിൽ കിടന്നിട്ട് പടയുമ്പോ ആശ്വാസത്തിന്റെ തെളിനീരും താങ്ങും തണലുമായി ഹായുടെ പൊന്നാര മക്കളങ്ങ് ഹറമിലും ചരിത്രം തീർക്കുമ്പോ ആ ചരിത്രത്തിന്റെ തനിയാവർത്തനമായിട്ട് ചെങ്ങന്നൂര് മുതൽ അങ്ങ് വഴിക്കടവിന്റെ മലമ്പ്രദേശത്ത് വരെ വിഖായുടെ പൊന്നാര മക്കൾ കഴുത്തറ്റം ചളിയിൽ മുങ്ങിയിട്ടും അവർ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് മുദ്രാവാക്യമാക്കിയിട്ട് അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി പ്രവർത്തിച്ചുവെങ്കിൽ, പ്രയത്നിച്ചുവെങ്കിൽ, എന്റെ പ്രിയപ്പെട്ടവരെ,
അമാന്തിച്ച് നിൽക്കല്ലേ, വിട്ടു നിൽക്കല്ലേ, മാറി നിൽക്കല്ലേ, പൊന്നാര മക്കളെ തടഞ്ഞേക്കല്ലേ. അവർ അല്ലാഹുവിന്റെ ദീനിന്റെ ശാന്തിയുടെ, സമാധാനത്തിന്റെ, തീവ്രവാദമില്ലാത്ത, ഭീകരവാദമില്ലാത്ത, മതത്തിന്റെ സ്പർദ്ധയുടെ പ്രവർത്തനങ്ങളില്ലാത്ത ഈ ദീനിന്റെ ശാന്തിയുടെ വാഹകരാണ്, സമാധാനത്തിന്റെ പ്രവർത്തകരും പ്രചാരകരുമാണ്. അവർ പ്രവർത്തിക്കട്ടെ, അവർ പ്രയത്നിക്കട്ടെ. അവർക്ക് ആവോളം നിങ്ങൾ ഉന്മേഷം കൊടുക്കുക, ഊർജം കൊടുക്കുക, അവരെ ഊർജ്ജസ്വലരാക്കുക. സമർക്കന്ദന്റെ പട്ടാളത്തിന് നിങ്ങൾ വീണ്ടും വീണ്ടും ആർജവം നൽകുക. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ, അല്ലാഹു ഭാഗ്യം നൽകുമാറാവട്ടെ.